നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയവും സുരക്ഷാ സാഹചര്യവും വീണ്ടും ലോകത്തിന്റെ പ്രധാന ചർച്ചാ വിഷയമായി മാറുകയാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം, അമേരിക്കയുടെ സൈനികവും നയതന്ത്രപരവുമായ ഇടപെടലുകൾ, അതിനിടെ റഷ്യയുടെ പുതിയ നീക്കങ്ങൾ, ഇവയെല്ലാം ചേർന്ന് ഒരു വലിയ ഭൂരാഷ്ട്രീയ സമവാക്യമാണ് രൂപപ്പെടുത്തുന്നത്. ഇറാൻ ഇസ്രയേലിനെയും US-നെയും നേരിടുന്നത് പ്രധാനമായും പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ചും നേരിട്ടുള്ള മിസൈൽ ആക്രമണങ്ങളിലൂടെയും തന്ത്രപരമായ സഖ്യങ്ങൾ രൂപപ്പെടുത്തിയുമാണ്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, ഹമാസ് പാലസ്തീൻ, ഹിസ്ബുള്ള ലെബനൻ, ഹൂത്തികൾ യമൻ, ഇറാഖിലെയും സിറിയയിലെയും സായുധ സംഘങ്ങൾ എന്നിവർക്ക് ഇറാൻ സാമ്പത്തികവും സൈനികവുമായ പിന്തുണ നൽകുന്നു. ഈ ഗ്രൂപ്പുകൾ ഇസ്രയേലിനും മേഖലയിലെ US സൈനിക താവളങ്ങൾക്കുമെതിരെ ആക്രമണങ്ങൾ നടത്തുന്നു. നേരിട്ടുള്ള സൈനിക നടപടികൾ. ഇറാന്റെ കോൺസുലേറ്റിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ ഇസ്രയേലിലേക്ക് നേരിട്ട് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും വിക്ഷേപിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം. ലോകത്തെ പ്രധാന എണ്ണപ്പാതയായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തിയും എണ്ണക്കപ്പലുകൾ പിടിച്ചെടുത്തും US-നും സഖ്യകക്ഷികൾക്കും മേൽ ഇറാൻ സമ്മർദ്ദം ചെലുത്തുന്നു. ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ. റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ US പോർ വിമാനങ്ങളെ പ്രതിരോധിക്കാൻ ഇറാൻ ശ്രമിക്കുന്നു. ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ അയച്ച മിസൈലുകളൊന്നും ഏൽക്കാതെ പോയത് റഷ്യയുടെ S-400 ആന്റി മിസൈൽ സിസ്റ്റം നമ്മൾ നടപ്പിലാക്കിയതുകൊണ്ടായിരുന്നുവെങ്കിൽ ഇറാനിലും അതുതന്നെ സംഭവിക്കുകയാണ്. വെടിനിർത്തലും പാക് നേതൃത്വത്തിൽ ചർച്ചകളും പൊടിപൊടിക്കുന്ന തിരക്കിനിടെ ഇറാനിൽ വേറൊന്ന് സംഭവിക്കുകയായിരുന്നു. റഷ്യയുടെ S-400 മിസൈൽ വേധ മിസൈൽ സിസ്റ്റം റഡാറുകൾ ഉൾപ്പെടെ ഇറാനിലേക്ക് രഹസ്യമായി കടത്തിയെന്നാണ് അഭ്യൂഹം പരക്കുന്നത്. S-300 ഡിഫൻസ് സിസ്റ്റം നേരത്തെ തന്നെ ഇറാനിലുണ്ട്. ഇറാന്റെ S-400 ഓപ്പറേഷണലായോ എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടുമില്ല. അതിന് തൽക്കാലം റഷ്യൻ വിദഗ്ധർ തന്നെ വേണം. മിക്ക ഗൾഫ് രാജ്യങ്ങളിലും മിസൈൽ വേധ സംവിധാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടങ്ങളിലെ എയർഫോഴ്സ് അല്ല, US ഇസ്രയേൽ വിദഗ്ധരാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ മിസൈലുകളെ ഫലപ്രദമായി UAE തടുത്തതിന് പിന്നിലും ഇത്തരം വിദഗ്ധരുടെ സാന്നിധ്യമുണ്ട്. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം നിലവിൽ യുക്രൈൻ യുദ്ധം, ഇറാൻ അമേരിക്ക സംഘർഷം എന്നിവയുടെ പശ്ചാത്തലത്തിൽ വളരെ സങ്കീർണമാണ്. എണ്ണവിലയുമായി ബന്ധപ്പെട്ട ചില നയതന്ത്ര മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ആഗോള രാഷ്ട്രീയത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പരം എതിർചേരിയിലാണ് നിലകൊള്ളുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ റഷ്യ ഇറാനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് റഷ്യ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് അമേരിക്ക റഷ്യയ്ക്കുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയും റഷ്യയും തമ്മിലുണ്ടായിരുന്ന സുപ്രധാന ആണവായുധ നിയന്ത്രണ കരാർ ഫെബ്രുവരിയിൽ അവസാനിച്ചു. ഇത് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ പുതിയ ആണവായുധ മത്സരത്തിന് വഴിയൊരുക്കുമോ എന്ന ആശങ്ക സൃഷ്ടിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഒരു വാർത്തയാണ് കൂടുതൽ ശ്രദ്ധ നേടുന്നത്. റഷ്യ ആക്രമിക്കപ്പെട്ടാൽ ഇറാൻ കൂടുതൽ ശക്തമായ പിന്തുണ നൽകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ. അതോടൊപ്പം റഷ്യയുടെയും ഇറാന്റെയും ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ. പശ്ചിമ രാജ്യങ്ങളുടെ ആശങ്ക വർദ്ധിക്കുകയാണ്. എന്നാൽ ആദ്യം ഒരു കാര്യം വ്യക്തമാക്കാം. റഷ്യൻ സൈന്യം നേരിട്ട് ഇസ്രയേലിനെതിരെയോ അമേരിക്കയിലെതിരെയോ യുദ്ധത്തിൽ ഇറങ്ങി എന്നതിന് നിലവിൽ വിശ്വസനീയമായ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെയില്ല. അതേസമയം റഷ്യയും ഇറാനും തമ്മിലുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണം ശക്തമാകുന്നു എന്നത് നിരവധി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ചോദ്യം ഇതാണ്: റഷ്യയ്ക്ക് ഇറാനെ പിന്തുണയ്ക്കേണ്ടത് എന്തുകൊണ്ട്? അതിന് നിരവധി കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പശ്ചിമ സഖ്യത്തിന്റെ സ്വാധീനത്തെ ചെറുക്കുക എന്നതാണ്. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യ കടുത്ത ഉപരോധങ്ങൾ നേരിടുകയാണ്. അതിനാൽ അമേരിക്കയുടെ സ്വാധീനത്തിന് എതിരായ രാജ്യങ്ങളുമായി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നത് റഷ്യയുടെ ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. രണ്ടാമത്തേത് മിഡിൽ ഈസ്റ്റിലെ സ്വാധീനം നിലനിർത്തുക. സിറിയയിലെ ആഭ്യന്തര യുദ്ധകാലം മുതൽ റഷ്യയും ഇറാനും ഒരേ പക്ഷത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബന്ധം അത്ര പുതിയതല്ല. ഇപ്പോൾ അത് കൂടുതൽ തന്ത്രപരമായ തലത്തിലേക്ക് ഉയരുകയാണ്. മൂന്നാമത്തെ കാരണം സാമ്പത്തികം തന്നെ. പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുന്ന ഇരു രാജ്യങ്ങളും പരസ്പര വ്യാപാരവും ഊർജ്ജ സഹകരണവും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടെയാണ് യൂറോപ്യൻ മാധ്യമങ്ങളിൽ വന്ന ചില റിപ്പോർട്ടുകൾ ചർച്ചയായത്. റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഇറാൻ സന്ദർശനവും പ്രതിരോധ സഹകരണ ചർച്ചകളും ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളും പശ്ചിമ രാജ്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്.
അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇതിനെ ഗൗരവത്തോടെയാണ് കാണുന്നത്. കാരണം റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായാൽ അത് യുക്രൈൻ യുദ്ധത്തെയും മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ സാഹചര്യത്തെയും ഒരുപോലെ ബാധിക്കും എന്നാണ് അവരുടെ വിലയിരുത്തൽ. ഇതിനാലാണ് കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ടുവരാനുള്ള ചർച്ചകളും വീണ്ടും സജീവമാകുന്നത്. എന്നാൽ മറ്റൊരു പ്രധാന ചോദ്യം ഉയരുന്നു. റഷ്യ നേരിട്ട് ഇറാനു വേണ്ടി യുദ്ധത്തിൽ ഇറങ്ങുമോ? ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം അതിനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പല വിദഗ്ധരും വിലയിരുത്തുന്നത്. കാരണം റഷ്യ ഇപ്പോഴും യുക്രൈനിലെ യുദ്ധത്തിൽ വലിയ സൈനിക വിഭവങ്ങൾ വിനിയോഗിച്ചിരിക്കുകയാണ്. അതിനിടെ മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു നേരിട്ടുള്ള യുദ്ധമുന്നണി തുറക്കുന്നത് റഷ്യയ്ക്ക് വലിയ വെല്ലുവിളിയാകും. അതിനാൽ റഷ്യ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത് നേരിട്ടുള്ള സൈനിക ഇടപെടലല്ല, മറിച്ച് നയതന്ത്ര പിന്തുണ, സുരക്ഷാ സഹകരണം, ആയുധ സാങ്കേതിക മേഖലകളിലെ സഹകരണം, അന്താരാഷ്ട്ര വേദികളിലെ രാഷ്ട്രീയ പിന്തുണ എന്നിവയാണ്. ഇതേസമയം അമേരിക്ക ഇറാനെതിരായ സമ്മർദ്ദം കുറച്ചിട്ടില്ല. പുതിയ ഉപരോധങ്ങളും മേഖലയിൽ സൈനിക സാന്നിധ്യവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലും ഇറാന്റെ സൈനിക ശേഷി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകം ശ്രദ്ധിക്കുന്നത് ഒരു വലിയ ചോദ്യത്തിലേക്കാണ്. ഈ സംഘർഷം മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങുമോ, അതോ വലിയ ശക്തികളുടെ മത്സരമായി മാറുമോ? സെപ്റ്റംബറിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഇസ്രയേലിൽ ജനപ്രീതിയുടെ കാര്യത്തിൽ പിന്നാക്കം പോയ നെതന്യാഹുവിന് എങ്ങനെയും പിടിച്ചു നിൽക്കാൻ ലെബനനിലെ അധിനിവേശം തുടർന്നേ പറ്റൂ. സമാനമായ രാഷ്ട്രീയ പ്രതിസന്ധി ട്രംപും നേരിടുന്നുണ്ട്. നവംബറിലെ യുഎസിലെ ഇടക്കാല തെരഞ്ഞെടുപ്പ് ട്രംപ് ഭരണകൂടത്തിന് നിർണായകമാണ്. യുഎസ് കോൺഗ്രസിൽ നിലവിൽ നേരിയ ഭൂരിപക്ഷമേ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളൂ. ഇടക്കാല തെരഞ്ഞെടുപ്പ് ഫലം പ്രതികൂലമായാൽ ഈ ഭൂരിപക്ഷം നഷ്ടമാകും. ഇറാനിലെ യുദ്ധത്തിന് അമേരിക്കയിൽ തീരെ ജനപിന്തുണ ഉണ്ടായിരുന്നില്ല. ഇന്ധനവില കയറ്റം ജനങ്ങളുടെ അപ്രീതി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമാത്രമല്ല, ഹോർമുസ് അടച്ചതോടെ സഖ്യകക്ഷികളായ അറബ് രാജ്യങ്ങളുടെ ഇന്ധന കയറ്റുമതി നിലച്ചു. മുഖ്യ വരുമാനമായ ടൂറിസം അമ്പേ തകർന്നു. ഇറാനിൽ നിന്നുള്ള കനത്ത ഡ്രോൺ മിസൈൽ വർഷം ഒരു പരിധിവരെ ചെറുക്കാൻ US ഏർപ്പെടുത്തിയ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ചെറുതല്ലാത്ത നാശം ഇറാൻ ആക്രമണം ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സമ്മതിക്കാതെ വയ്യ. സഖ്യകക്ഷികൾക്ക് ആശ്വാസം പകരാനും തെരഞ്ഞെടുപ്പിൽ ക്ഷീണം പറ്റാതിരിക്കാനും ഹോർമുസ് തുറപ്പിക്കുക മുഖ്യ ലക്ഷ്യമാക്കിയാണ് ട്രംപ് ഇറാനുമായി ചർച്ചയ്ക്കിറങ്ങിയത്. ഇസ്രയേലും US ചേർന്ന് തുടങ്ങിവെച്ച യുദ്ധം അവരുദ്ദേശിച്ചതുപോലെ അല്ല മുന്നോട്ടു പോയത്. ഇറാന് പരമോന്നത നേതാവ് അടക്കമുള്ള ഉന്നത രാഷ്ട്രീയ സൈനിക നേതാക്കളെ കൂട്ടത്തോടെ നഷ്ടമായിട്ടുണ്ട്. 3000-ലേറെ ജനങ്ങൾ കൊല്ലപ്പെട്ടു. ഇറാന്റെ നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും കാര്യമായ നാശമുണ്ടായി. പാശ്ചാത്യ ഉപരോധം മൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന ഇറാനിൽ യുദ്ധമുണ്ടാക്കിയ ആഘാതം വിപുലമാണ്. തൊഴിലില്ലായ്മയും പട്ടിണിയും ആഭ്യന്തര പലായനവും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം കഷ്ടത്തിലാക്കിയിട്ടുണ്ട്. എന്നിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയോട് ഇറാൻ പൊരുതി വിജയിച്ചു എന്ന ധാരണാപത്രം തെളിയിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് അടച്ച് ആഗോള സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലൊടിച്ചതിലൂടെയാണ് ഇറാൻ US-നെ മുട്ടുകുത്തിച്ചത്. ആഗോള ഇന്ധനക്ഷാമവും തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിയുമായിരുന്നു ഇറാന്റെ ഏറ്റവും വലിയ ആയുധം. അതിനു മുന്നിൽ US-ന് കാലിടറിയിട്ടുണ്ട്. ഇറാന്റെ മുഖ്യ ആവശ്യങ്ങൾക്കെല്ലാം ട്രംപിന് വഴങ്ങേണ്ടി വന്നു. വിദേശ ബാങ്കുകളിൽ മരവിപ്പിച്ചു വെച്ച ഇറാന്റെ നിക്ഷേപങ്ങൾ വിട്ടുകൊടുക്കാമെന്നും ഇറാനെതിരെ ഉപരോധങ്ങളിൽ ഇളവ് വരുത്താമെന്നും ഇറാന്റെ പുനർനിർമ്മാണത്തിന് $30,000 കോടി സാമ്പത്തിക പദ്ധതി അനുവദിക്കാമെന്നും US-ന് സമ്മതിക്കേണ്ടി വന്നു. എങ്ങനെയും ഹോർമുസ് തുറപ്പിക്കുക എന്ന ഒറ്റ അജണ്ടയിലാണ് ട്രംപ് ഭരണകൂടം മുന്നേറുന്നത്. അവിടെയും വലിയ വിലപേശൽ നടത്താൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. ധാരണാപത്രത്തിൽ പറയുന്നത് 2 മാസം മാത്രം ഹോർമുസിലൂടെ സൗജന്യ ഗതാഗതം എന്നാണ്. അത് കഴിഞ്ഞാൽ സർവീസ് ഫീസ് ഈടാക്കുന്ന ടോൾ സമ്പ്രദായം വരുമെന്ന് സൂചന. യുദ്ധം ആരംഭിക്കും മുമ്പ് പൂർണ്ണമായും സൗജന്യമായിരുന്ന സമുദ്രയാത്രാ പാതയാണ് US ആക്രമണം കാരണം പെയ്ഡ് സർവീസായി മാറാൻ പോകുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയാണല്ലോ US-ന്റെയും സഖ്യകക്ഷികളുടെയും വലിയ ആശങ്ക. ഇറാൻ അണുബോംബുണ്ടാക്കാതിരിക്കാനാണ് US ആക്രമിച്ചതെന്നാണ് ട്രംപ് ഭരണകൂടം പറഞ്ഞതും. എന്നാൽ ധാരണാപത്രത്തിൽ ആണവ പദ്ധതി സംബന്ധിച്ച് ഒരു ഖണ്ഡിക മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാകട്ടെ അവ്യക്തവുമായിരുന്നു. ആണവായുധം ഉണ്ടാക്കില്ല എന്നത് ഇറാന്റെ ചിരകാല നിലപാടാണ്. ആണവ നിർവ്യാപന കരാറിൽ പണ്ടേ ഒപ്പിട്ട രാജ്യവുമാണ് ഇറാൻ. ആ നിലപാട് ഇറാൻ ധാരണാപത്രത്തിലും ആവർത്തിക്കുന്നു. മറ്റൊരു മുഖ്യ വിഷയം ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരമാണ്. അണുബോംബ് ഉണ്ടാക്കാൻ കഴിയും വിധം ഉയർന്ന അളവിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഇറാന്റെ തകർന്നു കിടക്കുന്ന ആണവ നിലയങ്ങളുടെ ഭൂഗർഭ അറകളിൽ ഉണ്ടെന്നാണ് കരുതുന്നത്. ഇത് കണ്ടെടുത്ത് നശിപ്പിക്കുകയോ മൂന്നാം കക്ഷിക്ക് കൈമാറുകയോ ചെയ്യണമെന്നാണ് US ആവശ്യം. ധാരണാപത്രത്തിൽ അങ്ങനെ ഒരു പരാമർശമില്ല.
UN-ന്റെ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം നേർപ്പിക്കാൻ നടപടിയെടുക്കാം എന്നു മാത്രമാണ് ധാരണാപത്രത്തിൽ വ്യവസ്ഥയുള്ളത്. നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ ഒരു സമ്പൂർണ്ണ ലോക യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് പറയാൻ തെളിവുകളൊന്നുമില്ല. പക്ഷെ വലിയ ശക്തികൾ പരസ്പരം പിന്തുണയ്ക്കുന്ന പ്രാദേശിക സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകം കടന്നുപോകുന്നത്. അതിനാൽ വരുന്ന ദിവസങ്ങളിൽ റഷ്യയുടെ ഓരോ നീക്കവും, ഇറാന്റെ ഓരോ പ്രതികരണവും, അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും തീരുമാനങ്ങളും ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. മലയാളി വാർത്ത ഇൻസൈഡ്.